ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആക്ഷന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട സമയമായി. കാരണം കഴിഞ്ഞ അങ്ങേ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു എപ്പോഴാണ് ബിറ്റ് കോയിൻ്റെ ബോട്ടം പൂർണ്ണമാകുന്നത്, ബോട്ടത്തിലേക്ക് പ്രൈസ് പോയിട്ട് എപ്പോഴാണ് അപ് ട്രെൻഡ് തുടങ്ങുന്നത്, എങ്ങനെ നമുക്കറിയാനൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, മന്ത്ലി ക്യാൻഡിൽസ്, ഇത് ഓരോ ക്യാൻഡിലും ഓരോ മന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നത് എന്താണ്, മാർച്ച് മാസത്തിൻ്റെ ഹൈ എത്രയാണ്, 76,000. ഈ 76,000 മുകളിൽ ഏപ്രിൽ മാസത്തെ മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെന്നായിരുന്നു. നമ്മളത് ക്ലോസ് ചെയ്തു. ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളിനി പുതിയ ബോട്ടത്തിലേക്ക് ഇപ്പോഴത്തെ ബോട്ടം നമ്മൾ കരുതുന്നത് 60,000 വരെ എത്തിയിരുന്നു. ഇനി 60,000 താഴോട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോവുമോ, അല്ല ബോട്ടം കഴിഞ്ഞു, ഇനി ഒരു അപ് ട്രെൻഡിലേക്ക് സാധ്യതയാണോ, അതിനെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു 50-50 ചാൻസിലേക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ഗുഡ് സൈൻ. നമ്മുടെ മാർച്ച് മാസത്തിന് മുകളിൽ ഏപ്രിലിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പം മുതലാണ് നമുക്ക് ഒരു 50-50 ചാൻസിലേക്ക് വരുന്ന, അല്ലെങ്കിൽ സംശയത്തക്ക, അതായത് ബോട്ടം ഔട്ടായി എന്ന് സംശയം തോന്നിക്കാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ കിട്ടേണ്ട സമയം അത് മുതലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഒപ്റ്റിമം ആണോ, അല്ല, ഇത് ഗുഡ് സൈനാണ്. പക്ഷേ ഒപ്റ്റിമം സൈൻ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ലാസ്റ്റ് വന്നേക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയുടെ മുകളിൽ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 79,369 അതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യണമെന്ന്. പക്ഷേ ഏപ്രിൽ ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൻ്റെ 79,369 മുകളിൽ പോയിരുന്നു, പക്ഷേ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ മെയ് മാസത്തിലെ ക്യാൻഡിൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 7,300 സംതിങ് ആണ് ഇപ്പം, 79,300 സംതിങ് ആണ് ഫെബ്രുവരിയുടെ ഹൈ. ഇപ്പം നിൽക്കുന്നത് 79,700 സംതിങ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മെയ് മാസം ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 50-50 ചാൻസിൽ നിന്ന് നേരെ ഒരു 70-75 എബോ, അതായത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ് ട്രെൻഡിലേക്കാണ്, ബോട്ടത്തിൻ്റെ ചാൻസസ് വളരെ കുറവാണ് എന്നുള്ള സൂചനയിലേക്ക് പോകും. അപ്പോൾ ഈ മന്ത്ലി ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ ഇസ് എ ഗുഡ് സൈൻ. പക്ഷേ ഒരു ഒപ്റ്റിമം ആണോ, അല്ല. ഒപ്റ്റിമം എപ്പോഴാണ്, നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ എബോ, അതായത് 79,369 മുകളിൽ ഏത് മാസമാണോ ക്ലോസ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ മെയ് മാസം ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് അനുമാനിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ബോട്ടം എന്ന് നമ്മൾ കരുതേണ്ടി വരും. അതായത് ഇതാണ്, ഇനി ന്യൂ ലോയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ എന്ത് സംഭവിക്കാം, പിന്നീട് ഒരു പുൾ ബാക്ക് വരാം. പുൾ ബാക്ക് വന്നു കഴിഞ്ഞാലും ഈ ന്യൂ ലോ പോകത്തില്ല, പുൾ ബാക്ക് വന്നിട്ട് തിരിച്ചു പോകാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി ഏതെങ്കിലും ഒരു മാസം, ഈ മാസമോ ഏതെങ്കിലും ഒരു മാസം അടുത്ത മാസമോ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി പുൾ ബാക്ക് വന്നാലും പ്രൈസ് താഴോട്ട് പോയാലും ഒരു ന്യൂ ലോയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ അനാലിസിസ് വരുന്നത്. ഇനി വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനി മന്ത്ലി മാറ്റിയിട്ട് നമുക്കൊരു വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. നമ്മുടെ ട്രെൻഡ് ഫൈൻഡർ പ്രോ എന്ന് പറയുന്ന ഈ ബാൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേര് പോലെ തന്നെ അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യും. ഇത്രയും നാൾ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഈ ഒരു ബാൻഡ് ബിയറിഷ് സിഗ്നൽ കാണിച്ചു തുടങ്ങി. ഇവിടുന്ന് ഇപ്പം ബിയറിഷ് സിഗ്നലായിരുന്നു ഇത്രയും നാൾ, പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ, അതിൽ ഏപ്രിൽ അവസാനത്തെ ആഴ്ച മുതൽ ഒരു അപ് ട്രെൻഡ് സിഗ്നൽ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് നമുക്ക് ഈ 2025 ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്കൊരു അപ് ട്രെൻഡ് സിഗ്നൽ ഇപ്പോൾ കിട്ടുന്നത്. അത് വീക്ക്ലി ചാർട്ടിൽ ഫസ്റ്റ് അപ് ട്രെൻഡ് സിഗ്നൽ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു മന്ത്ലി ക്യാൻഡിൽ ഈ പറയുന്ന മാർച്ച് മാസത്തിൻ്റെ ഹൈ നമ്മൾ ക്ലോസ് ചെയ്തു. അതായത് ഈ വരുന്ന ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ താഴോട്ട് വരുന്ന ഏതെങ്കിലും മാസം ക്ലോസ് ചെയ്തതിൻ്റെ മുകളിൽ പിന്നീട് ഏതെങ്കിലും ഒരു മാസം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവിലേക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചു മന്ത്ലി ഇതിൽ. അപ്പോൾ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഈ 50% നിന്ന് ഒരു 75-80% എങ്ങനെ കാര്യങ്ങൾ നീങ്ങും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സോൾഡ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത് എങ്ങനെയാണ്. ഞാൻ മന്ത്ലി മാസത്തിലെ കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എബോ ഏതെങ്കിലും ഒരു മാസം ക്ലോസ് ചെയ്യണം, ഈ മാസം അടുത്ത മാസം ക്ലോസ് ചെയ്യണം.
വീക്ക്ലിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതേപോലെ ഈ പറയുന്ന നിങ്ങൾ ഈ കാണുന്ന സോളിഡ് ഒരു ക്യാൻഡിലുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഈ ബാൻഡിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കരുതാം ഇത് ബോട്ടമായി. ഈ ഒരു ബാൻഡ് ഇവിടെ ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ ഒരു ലെറ്റ് മീ ഡ്രോ, ഇവിടെ നമുക്കിതേപോലെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വീക്കിലി ക്യാൻഡിൽ കിട്ടി, അതായത് നമ്മുടെ ഈ ബാൻഡിൻ്റെ എബോ നമുക്ക് കിട്ടി. ഓക്കെ, അതിൻ്റെ അർത്ഥം പിന്നീടൊരു പുൾ ബാക്ക് വരുത്തില്ല എന്നുള്ളതല്ല. കളർ ഞാൻ എടുത്തോട്ടെ. അതിൻ്റെ അർത്ഥം പിന്നീട് നമുക്കൊരു പുൾ ബാക്ക് താഴോട്ട് വരത്തില്ലെന്നല്ല, പുൾ ബാക്ക് വരും. ആ പുൾ ബാക്ക് ഒരിക്കലും ന്യൂലേക്ക് പോകത്തില്ല, ന്യൂലോ ബ്രേക്ക് താഴോട്ട് പോകത്തില്ല, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. മനസ്സിലാകുന്ന അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ പറയുന്ന പോലെ ഇതേപോലെ സോൾ ക്യാൻഡിൽ വന്നതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചങ്ങ് ഇങ്ങനെ പോകത്തില്ല. ഇതിങ്ങനെ തിരിച്ചിങ്ങനെ വലിയ ക്യാൻഡിൽ വന്ന് പോകത്തില്ല. കാരണം ഇതിനൊരു പുൾ ബാക്ക് വേണം. പുൾ ബാക്ക് ചിലപ്പോൾ ഇവിടം വരെ എത്തിയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇവിടം വരെ എത്തിയിട്ടായിരിക്കും വരുന്നത്. കാരണം ഇനി ഒരു പുൾ ബാക്ക് നമുക്ക് വേണം. ഇതിപ്പം ഒരു ഫസ്റ്റ് ഓറഞ്ച് ബാർ കിട്ടി, രണ്ടാമത്തെ ഓറഞ്ച്, മൂന്നാമത്തെ ഓറഞ്ച് ബാർ, നാലാമത്തെ ഓറഞ്ച് ബാർ, അഞ്ചാമത്തെ ഓൾമോസ്റ്റ് ഓറഞ്ച് ബാർ, ആറാമത്തെ ഓറഞ്ച് ബാർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്, ആറാമത്തെ ഓറഞ്ച് ബാർ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേപോലെ സോൾഡ് ആയിട്ടുള്ള ഓറഞ്ച് ബാർ ഗ്രീൻ ബാർ വേണ്ടേ താഴോട്ട് വരണം. ഒരു ഗ്രീൻ ബാർ ഇതേപോലെ താഴോട്ട് വരണം, ഗ്രീൻ ബാർ ഇതേപോലെ താഴോട്ട് വരണം. അത് എപ്പം മുതൽ വരും നമുക്കറിയത്തില്ല. ഇനി വീണ്ടും ഇവിടെ ഒരു ഓറഞ്ച് ബാർ വന്നേക്കാം. ഇവിടെ ഒരു ഓറഞ്ച് ബാർ വീണ്ടും നല്ല സോൾഡായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓറഞ്ച് ബാർ വന്നിട്ട് വീണ്ടും ഒരു സോൾഡ് ഓറഞ്ച് ബാർ ഇവിടെ വരാം. എന്നിട്ടാകാം തിരിച്ച് ഈ പറയുന്ന റിവേഴ്സൽ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വരുന്ന റിവേഴ്സൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ വരുന്ന റിവേഴ്സൽ ഒരിക്കലും ഈ ന്യൂ ലോയിലേക്ക്, അതായത് ഇങ്ങനെ താഴോട്ട് പോയി ന്യൂ ലോ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലായി? എപ്പോൾ കുറവാണ്? ഈ പറയുന്ന പോലെ നമുക്കിതുപോലെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ബാർ മുകളിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴോട്ട് വരുന്നത്, എപ്പോഴെങ്കിലും താഴോട്ട് വരുന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അഥവാ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ചാൻസ് ടു ബൈ. അതായത് ഈ റേഞ്ചിലോട്ടൊക്കെ ഇങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ബൈ ഓപ്പർച്യൂണിറ്റി. അതിന് താഴോട്ട് പോകത്തില്ല, ഈ ന്യൂലോ പോകത്തില്ല, പക്ഷേ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, എന്നിട്ട് അത് തിരിച്ച് കയറി ഇങ്ങനെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീക്കിലിയിൽ നമുക്കിനി ഒരു സോൾഡ് ആയിട്ടുള്ള വീക്കിലിയിൽ നമുക്കൊരു സോൾഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ബാർ വേണം. എവിടെ? ഈ ബാൻഡിന് മുകളിൽ വേണം. അത് വന്നതിന് ശേഷം ഇത് മേലോട്ട് പോകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാണുന്നത് ടോപ്പിംഗ് ടെയിലാണ്. അതിനർത്ഥം ഇതൊരു ബിയറിഷ് ക്യാൻഡിൽ പോലെയാണ്. ഇപ്പം നിൽക്കുന്നത് ബിയറിഷ് ക്യാൻഡിൽ പോലെയാണ്. ഇനി പ്രൈസ് മേപ്പോട്ട് കയറുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതേപോലെ ഈ ലൈൻ ഇതിൻ്റെ ടെയിൽ ഇങ്ങനെ കവറപ്പ് ചെയ്തിട്ട് തിരിച്ച് ഒരു സോൾഡ് ക്യാൻഡിലായിട്ട് മാറും, തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഇത് തിരിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പറ്റുന്നത്? ഇതിങ്ങനെ കുറഞ്ഞ് വരും, ടെയിൽ കൂടി വരും, ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇതൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പം മറ്റേ മന്ത്ലി ക്യാൻഡിൽ ഫെബ്രുവരി മാസത്തിൻ്റെ എബോ ക്ലോസ് ചെയ്തുകൊണ്ട് ഏപ്രിൽ മാസത്തെ ക്യാൻഡിൽ എബോ ക്ലോസ് ചെയ്ത് ഗുഡ് സൈൻ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ന്യൂ ലോ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എപ്പോഴെങ്കിലും ഈ പറയുന്ന ക്യാൻഡിൽ റിവേഴ്സ് അടിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായി. 50-50 ചാൻസ് ആണ് ബോട്ടം ആയതിൻ്റെ. കാരണം നമ്മൾ മന്ത്ലി ചാർട്ട് നമ്മൾ പറഞ്ഞു. എന്നോടൊരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ 50-ൽ നിന്നൊരു 60% ബോട്ടം ഔട്ടായി എന്ന വിശ്വാസം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ബോട്ടം ഔട്ടായെന്നും ഒരു 40% നമ്മൾ ന്യൂ ലോയിലേക്ക് പോകാമെന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയും. അപ്പോൾ ഞാനീ പറഞ്ഞത് നമുക്കൊരു 75 എബോവൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു സോൾഡ് ബാർ വീക്ക്ലി മുകളിലോട്ട് കിട്ടണം. അത് വീക്ക്ലി. ഇനി ഡെയിലിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് ഇത് 200 മൂവിങ് ആവറേജ് ആണ്. അതായത് അതിൻ്റെ മെയിൻ റെസിസ്റ്റൻസ് ആണ് ഇത്, ഈ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. യൂഷ്വലി 200 മൂവിങ് ആവറേജിൽ വന്നിട്ട് പ്രൈസ് ഇത് 200 മൂവിങ് ആവറേജിലായിട്ട് പ്രൈസ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് പ്രൈസ് താഴോട്ട് വരാറുണ്ട്. ഓക്കെ, അത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രൈസ് വൺസ്
ഈ 200 മൂവിങ് ആവറിൻ്റെ മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ടുമായിട്ട് മാറും. തിരിച്ചു വന്നിട്ട് കയറും. അതായത് ഇത് ബ്രേക്ക് ചെയ്ത് പ്രൈസ് ബ്രേക്ക് ചെയ്ത് 200 മൂവിങ് ആവറിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് 200 മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് മാറും. ഇപ്പം 200 മൂവിങ് ആവറിൻ്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ 200 മൂവിങ് ആവറിൻ്റെ അവിടെ വന്നിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു ഡേ ക്യാൻഡിൽ നമുക്ക് തന്നു ഇവിടെ. അപ്പോൾ അതിന് ഇതായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഡൗൺ ട്രെൻഡ് വന്നു. ഈ ബാൻഡ് ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബാൻഡ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നറിയണം. ഈ ബാൻഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ടൊരു ഡൗൺ ട്രെൻഡ് കാണും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 60 ആണ്, 60ക്ക് താഴെ പോകുന്ന നമുക്കിപ്പം തോന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 50-50 ചാൻസ് ആണ്. നമുക്ക് ആ ചാൻസസ് കൂടണം, ആ റേഷ്യോ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മന്ത്ലിയിൽ ഫെബ്രുവരിക്ക് എബോയും അത് മാത്രമല്ല വീക്കിലി സോൾ ക്യാൻഡിൽ എബോവും ഈ ബാൻഡിൻ്റെ മുകളിൽ കിട്ടണം. നമ്മൾ ഈ പറയുന്ന ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഡെയിലിയാണ്. ഡെയിലിയിൽ എന്തോ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ചെയ്യാതെ താഴോട്ട് പോകാതെ ഒരു നല്ലൊരു സോളിഡ് ക്യാൻഡിൽ ഈ 200 മൂവിങ് ആവർ തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അതായത് ഇതേപോലെ നമുക്കൊരു ബാറ് ഈ 200 മൂവിങ് ആവർ തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. കാരണം അതെന്താണെന്ന് പറഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേവരെ ഇത്രയും നാളത്തെ ബിയർ മാർക്കറ്റിൽ ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡിൽ ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ പകുതിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഡെയിലി ക്യാൻഡിൽ 200 മൂവിങ് ആവറിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്തതായിട്ടുള്ള ചരിത്രമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺ ട്രെൻഡ്, അതായത് ബോട്ടം ഔട്ടായി എന്നുള്ള സിഗ്നലാണ് നമുക്ക് എന്ന് തന്നിട്ടുള്ളത്. എല്ലാ വട്ടവും നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ലാസ്റ്റത്തെ ബിയർ മാർക്കറ്റാണ്. ലാസ്റ്റത്തെ ബിയർ മാർക്കറ്റിൽ നമ്മളിവിടെ തുടങ്ങുന്നു, 69 എത്തിയിട്ട് താഴോട്ട് വരുന്നു. 200 മൂവിങ് ആവറിൻ്റെ താഴോട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് താഴോട്ട് വരുന്നു. പിന്നീട് ആദ്യമായിട്ട് 200 മൂവിങ് ആവറിനെ ഡെയിലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടാണ്. വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ഈ ലോയിലേക്ക് വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ലോ 15,000, അതിലേക്ക് വന്നിട്ടില്ല. ഇവിടെ അതിന് മുന്നേ 2018 ശേഷമുള്ള ബിയർ മാർക്കറ്റ് വന്നതിന് ശേഷം 200 മൂവിങ് ആവറിനടുത്ത് താഴെ ചെന്നതിന് ശേഷം പിന്നീട് ബ്രേക്ക് ചെയ്യുന്നത് ഈ സോൾഡ് ബാർ ഇവിടാണ്. അതിനുശേഷം ഇത് ഈ ലോവസ്റ്റ് 3000 ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിവിടെ അതേപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഡെയിലി ക്യാൻഡിൽ. ഈ ഡെയിലി ക്യാൻഡിൽ 200 മൂവിങ് ആവറിനെ എബോവ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അനുമാനിക്കണം? ദിസ് വാസ് ദ ബോട്ടം എന്ന് അനുമാനിക്കണം ഡെയിലിയിൽ. അപ്പോൾ ഡെയിലിയിൽ 200 മൂവിങ് ആവറിന് മുകളിൽ ക്ലോസ് ചെയ്യണം. വീക്ക്ലിയിൽ നമുക്കൊരു സോൾഡ് ആയിട്ടുള്ള ഒരു ബാറ്, ഒരു ഓറഞ്ച് ബാറ് ഈ ബാൻഡിന് ഈ അപ് ട്രെൻഡ് കാണിക്കാൻ തുടങ്ങി നമ്മുടെ ബാൻഡ് അതിന് മുകളിൽ പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു പുൾ ബാക്ക് വരും. അതെപ്പോൾ വരും നമുക്കറിയത്തില്ല. വീണ്ടും ഒരു രണ്ടാമതൊരു സോൾഡ് ഓറഞ്ച് ബാർ മുകളിൽ വന്നേക്കാം. പക്ഷേ എപ്പോഴാണെങ്കിലും നമുക്കൊരു പുൾ ബാക്ക് വേണം. ആ പുൾ ബാക്ക് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതായത് ഈ ഒരു സോൾഡ് ആയിട്ടുള്ള ഓറഞ്ച് ബാർ വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് വരുമ്പോൾ അത് ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 50-50 ചാൻസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധയോടെ അത് കേൾക്കണം. വ്യത്യാസമുണ്ട്. ഒരു സോളിഡ് ബാർ വന്നതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ഒരു പുൾ ബാക്ക് കിട്ടുന്നത്, ആ പുൾ ബാക്ക് എല്ലാവരും ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നീട് ഈ ലെവലിലേക്ക് പിന്നീട് ബിറ്റ്കോയിൻ വരത്തില്ല. ഒരു വട്ടം വന്നിട്ട് തിരിച്ച് കയറിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മന്ത്ലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ എബോവ് ഏതെങ്കിലും ഒരു മാസം ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ മാസം ക്ലോസ് ചെയ്യാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ലോവസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ഡെയിലി വീക്ക്ലി DCA ചെയ്യണം. ഇതൊരു DCA പാറ്റേൺ ആണ്. DCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ കോസ്റ്റ് ആവറേജിങ്. ഒരു നിശ്ചിതമായിട്ടുള്ള തുക നിങ്ങളെല്ലാ വീക്ക്ലിയിലും ഒരു ഫിക്സഡ് ഡേയിൽ ഒരു ഫിക്സഡ് ടൈം തീരുമാനിച്ചിട്ട് അതേത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസിൽ ബിറ്റ്കോയിൻ മേടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചതിനേക്കാളും കൂടിയ പ്രൈസ് ആണെങ്കിൽ ഡസൻ മാറ്റർ, ഒരേ തുക വെച്ച് നമ്മൾ മേടിക്കുന്നതിനാണ് DCA എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ DCA ചെയ്യുന്നത്. ഇവിടെ ഓരോ സൺഡേയിലും നമ്മുടെ ക്യാൻഡിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഓരോ കളറിനനുസരിച്ച് ഓരോ DCA എമൗണ്ടാണ് ഇടുന്നത്. നമുക്കിവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ റെഡാണ്. റെഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പൈസ DCAയിൽ ഇടുക, കാരണം പ്രൈസ് ചീപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് ഈ ഒരു DCAയുടെ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പർപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് DCA ചെയ്യും, റെഡ് കുറച്ച് ഹെവി ആയിട്ട് DCA ചെയ്യണം. സോ ഡൈനാമിക് വേ ആണ് DCA ഇതിനകത്തോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീക്കും നിങ്ങൾ DCA ചെയ്യണം, ബിറ്റ്കോയിൻ മേടിക്കണം. ബിറ്റ്കോയിൻ മേടിച്ചാൽ മാത്രം പോരാ, ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്തോട്ട് നിങ്ങൾ എക്സ്ചേഞ്ചിൽ നിന്ന് അത് വിഡ്രോ ചെയ്തിട്ട്
ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്തോട്ട് നിങ്ങൾ മാറ്റണം. കാരണം ബിറ്റ്കോയിൻ്റെ യഥാർത്ഥ ഗുണം എന്ന് പറയുന്നത് അതാണ്, നമുക്ക് കൈവശമാക്കാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അവകാശപ്പെടാൻ ഒക്കുന്ന ഒരേ ഒരു അസറ്റ് ലോകത്ത് ബിറ്റ്കോയിനാണ്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥവും പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്ത് നിങ്ങളുടെ കൈവശമാക്കി വെക്കണം ബിറ്റ്കോയിൻ. നിങ്ങൾ മേടിച്ചിട്ട് എക്സ്ചേഞ്ചിൽ ഇട്ടേക്കുന്ന ബിറ്റ്കോയിൻ മുഴുവൻ നിങ്ങളുടെ അല്ല, എക്സ്ചേഞ്ചിൻ്റെയാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളൊരു ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ വളരെ ശ്രദ്ധയോടെ കോഷ്യസ് ആയിട്ട് വീക്ഷിക്കേണ്ട സമയം അടുത്തു. ഞാൻ നേരത്തെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഡൗൺ ട്രെൻഡാണ്, നമുക്ക് ഈ കാണുന്ന പ്രൈസ് ആക്ഷനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ അറ്റൻഷൻ വേണ്ട കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സോ ഗൈസ്, അടുത്ത അപ്ഡേറ്റ് നമുക്കിത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ എന്തെങ്കിലും മൊമെൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.